സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യം 43 സീറ്റുകളാണ് 80 ലോക്സഭാ സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ നിന്നും നേടിയെടുത്തത്. അസംബ്ലി സെഗ്മെന്റ് വൈസ് ലീഡ് നില നോക്കുമ്പോൾ 403 അസംബ്ലി സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ 224 സീറ്റുകളിലാണ് സമാജ്വാദി പാർട്ടി കോൺഗ്രസ് കോംബോ മുന്നേറിയത്. 184 സമാജ്വാദി പാർട്ടി ലീഡ് നേടിയെടുത്തപ്പോൾ 39 ഇടങ്ങളിലാണ് കോൺഗ്രസ് ലീഡ് നേടിയെടുത്തത്. 6 ലോക്സഭാ സീറ്റുകൾ കോൺഗ്രസും 37 ലോക്സഭാ സീറ്റുകൾ സമാജ്വാദി പാർട്ടിയും ജയിച്ചിരുന്നു. അയോധ്യ അടക്കമുള്ള BJP വർഗീയാധിപത്യം കാത്തു സൂക്ഷിക്കാൻ ശ്രമിച്ച മണ്ഡലങ്ങളിലെല്ലാം അവർ തകിടം മറിഞ്ഞു എന്ന് മാത്രമല്ല, അവരുടെ എല്ലാ പദ്ധതികളെയും പൊളിച്ചടുക്കിക്കൊണ്ടാണ് ഈ സംയുക്ത മുന്നണി സഖ്യം മുന്നേറിയത്. അതുകൊണ്ട് തന്നെയാണ് BJPക്ക് ഇവർ ഒരുമിച്ച് നിന്നാൽ തിരിച്ചടിയാകും എന്ന് മനസ്സിലായത്. എന്നാൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സമാജ്വാദി പാർട്ടി അവരുടെ തനിക്കുണം കാണിച്ചു. കോൺഗ്രസിന് സീറ്റുകളൊന്നും കൊടുക്കുന്ന കാര്യത്തിൽ അവർ താല്പര്യപ്പെട്ടിരുന്നില്ല. ഏറ്റവും ഒടുവിൽ 2 സീറ്റ് കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ് നിങ്ങളുടെ ഔദാര്യം വേണ്ട എന്ന് പറഞ്ഞ് അവരെ പിന്തുണയ്ക്കാം എന്ന് പറഞ്ഞ് സഖ്യത്തിന്റെ ഭാഗമല്ലാതെ മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. ഫലമോ സമാജ്വാദി പാർട്ടി പരാജയപ്പെട്ടു. ഏറ്റവും ഒടുവിൽ അവധേഷ് പ്രസാദിന്റെ മകൻ അജിത് പ്രസാദ് മത്സരിച്ച മിൽക്കിപൂർ നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിലും 70,000-ലേറെ വോട്ടുകൾക്ക് സമാജ്വാദി പാർട്ടി പരാജയപ്പെട്ടു. അതോടുകൂടിയാണ് അഖിലേഷ് യാദവ് രാഹുലിനെ വിളിച്ചത്. സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ച് നിന്നാൽ മാത്രമേ സീറ്റുകൾ നേടിയെടുക്കാൻ കഴിയുമെന്ന തിരിച്ചറിവ് അഖിലേഷിൽ ഉണ്ടായത് നല്ലതാണെന്ന് PCC അധ്യക്ഷൻ കൂടിയായ അജയ് റായ് പറഞ്ഞു. നമുക്കറിയാം, അജയ് റായ് നരേന്ദ്രമോദിയെ വിറപ്പിച്ച ആളാണ്. നരേന്ദ്രമോദി വാരണാസിയിൽ പിന്നിലാണ് എന്നുള്ള ദേശീയ മാധ്യമങ്ങളിൽ എഴുതി വന്ന സ്ക്രോള് BJPക്ക് ഇന്നും അത് ഓർക്കാൻ പുറത്ത് കിട്ടിയ അടിപോലെയാണ്. ഒരു ഘട്ടത്തിൽ 8,000-ലേറെ വോട്ടുകൾക്ക് വാരണാസി ലോക്സഭാ മണ്ഡലത്തിൽ നരേന്ദ്രമോദി പിന്നിലായിരുന്നു എന്നുള്ളതും അജയ് റായ് മുന്നിലെത്തിയതും ഇതുവരെയും BJPക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിഞ്ഞിട്ടില്ല. അതാണ് ഒരുമിച്ച് നിന്നാലുള്ള ശക്തി. അവിടെ കോൺഗ്രസിന് കാര്യമായ വോട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് സമാജ്വാദി പാർട്ടി അവരുടെ ശൈലിയുമായി മുന്നേറിയാൽ BJPയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളുണ്ട്, ശക്തി ദുർഗങ്ങൾ തിരിച്ചറിഞ്ഞു തന്നെയാണ് അവർ മത്സരിക്കുന്നത്. 17 സീറ്റുകളാണ് സഖ്യത്തിന്റെ ഭാഗമായി ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് സമാജ്വാദി പാർട്ടി നൽകിയത്. അതിൽ 6 വിജയിക്കുകയും മറ്റുള്ളിടത്ത് വലിയ രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുകയും സമാജ്വാദി പാർട്ടിക്ക് വിജയിപ്പിക്കുന്നതിൽ നിർണായക ഘടകമായി മാറിത്തീരുകയും ചെയ്തു. ഇതെല്ലാമായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജയപാഠം ആവർത്തിക്കാൻ എന്തുകൊണ്ട് അഖിലേഷിന് കഴിഞ്ഞില്ല? അഹങ്കാരവും ധാർഷ്ട്യവും കൈമുതലാക്കിയാൽ പരാജയം വീണ്ടും വീണ്ടും പിന്തുടരും. 2014-ലും 2019-ലും സംഭവിച്ച ആപത്ത് മനസ്സിലാക്കിയാണ് അഖിലേഷ് യാദവ് കൃത്യമായ സ്ട്രാറ്റജിയോടുകൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും വിജയിക്കാൻ കഴിഞ്ഞതും. അത് മനസ്സിലാക്കിയെങ്കിലും ഇനിയും മുന്നോട്ട് പൊയ്ക്കൂടെ എന്ന അജയ് റായുടെ ചോദ്യത്തിന് അഖിലേഷ് യാദവ് കുറ്റസമ്മതം നടത്തി സഖ്യത്തിലേക്ക് തന്നെ മുന്നോട്ട് പോകണം എന്ന ഉപാധി വെച്ചിരിക്കുകയാണ്.